പ്രിയപ്പെട്ടവരെ, എൻ്റെ പിറകിൽ നിൽക്കുന്ന ഈ വീട് 6000 സ്ക്വയർ ഫീറ്റിലേറെ ഉണ്ട്. ഇത് വരുന്നത് ഒറ്റപ്പാലം വരോട് എന്ന സ്ഥലത്താണ്. ഇതിൻ്റെ പെയിൻറ്റിങ് കോൺട്രാക്ടറൊക്കെ താനൂരുള്ള സുഹൃത്തുക്കൾ തന്നെയാണ്. ഇതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നാം പങ്കുവെക്കുന്നത്. ഒറ്റപ്പാലം വരോട്. ഒറ്റപ്പാലം വരോട് അല്ലേ? അപ്പം പിന്നെ ഇവിടുത്തെ വർക്കൊക്കെ എങ്ങനെയാണ്, നിങ്ങൾ പറയോ ഇതിനെ പറ്റിയിട്ടുള്ള വിവരങ്ങളൊക്കെ? വർക്ക് ഞങ്ങളിപ്പോ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായിക്കണ്. ഏകദേശം പോളിഷ് പണി ഏകദേശം കഴിഞ്ഞിരിക്കണ്. ഉള്ളിലൊക്കെ കഴിഞ്ഞ് പുറത്ത് നടക്കാറുണ്ട്. ഇനിയിപ്പോ ഏകദേശം മഴ ആയതാണ് പ്രശ്നം. അപ്പൊ ഉള്ളിൽ മറ്റേ പോളിഷ് പണി ഏകദേശം അയക്കണ്. ഈ പുറത്ത് ഇതൊന്നും ആയിട്ടില്ല. ഇതൊക്കെ ഇനി കുറച്ചും കൂടി പണിയെടുക്കാറുണ്ട്. ഉള്ളിൽ മറ്റേ ഡോറ്, മറ്റേ ജനാല്, അതൊക്കെ ഏകദേശം അയക്കണം. ഇനി പെയിന്റിങ് പരിപാടി ഉള്ളിൽ തുടങ്ങാൻ പോണത്. അപ്പൊ പുറത്ത് നിൽക്കാത്ത മഴ ആയതുകൊണ്ടാണ്. ഉള്ളിൽ പാട് തുറന്നതുള്ളൂ. ഏകദേശം മഴ കാണിച്ചില്ല അവര്. പിന്നെ ഇവിടെ വന്നിട്ട് ഞങ്ങള് എല്ലാ നാട്ടിലും പോയിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കും. അങ്ങനെ ഒരു സ്ഥലമൊന്നുമില്ല, എവിടെയും പോയി ചെയ്തെടുക്കും. അതുള്ള പ്രശ്നം കാര്യമില്ല. മേസ്ത്രി താമര അറ്റത്തോടുള്ള റിയാസ് എന്ന് പറയും. റഹ്മത്തോളിന്റെ ബാക്കിലാണ് താമസിക്കുന്നത്. അത് എല്ലാ രൂപയും ചെയ്യും. ആ മേസ്ത്രി കരാർ എടുക്കുന്നതാണ്. നമ്മൾ മുമ്പ് പണിക്കാരനാണ്. ഞങ്ങൾ കുറെ 10-15 പണിക്കാരുണ്ട്. അപ്പൊ ഞങ്ങൾ ഓരോ പല ഭാഗത്തായിട്ട് മേസ്ത്രി വിട്ടുകൊടുക്കും. അപ്പൊ ആ ഭാഗത്ത് നമ്മൾ പണിയെടുക്കും. ആത്മാർത്ഥമായിട്ട് തീർച്ചയായും പണിയെടുക്കും. മേൽഭാഗമാണ് നമ്മളിപ്പോ കഴിഞ്ഞത്. നമ്മളിപ്പോ ഗ്രൈൻസ് മേൽഭാഗമാണ് സ്റ്റേജ് ഇങ്ങോട്ട് ഒരു 6000 സ്ക്വയർ ഫീറ്റ് വരാനുണ്ട്. ഇത് മേൽഭാഗത്ത് പറഞ്ഞപ്പോ സീലിംഗ് പെയിന്റ് അടി തുടങ്ങാൻ പോവാം. ഗ്രൈൻസ് വരയ്ക്കല്, പോളിഷ്, ഇതൊക്കെ ചെയ്ത പണിയാണ്. ഡോറ് 1 മാസം വേണ്ടി വരും എന്തായാലും. തീരും. തീർച്ചയായിട്ടും. എത്ര ടൈം നമ്മൾ തീർത്തു കൊടുക്കും. അങ്ങനെ ഇതൊന്നും പണിക്കാർ തോന്നണ്ടല്ലോ, അതൊന്നും എല്ലാ പ്രശ്നം. പിന്നെ ഒന്നും ഉള്ളിലേക്ക് നമ്മൾ ചെയ്യുന്നുള്ളൂ. ഉള്ളിലൊക്കെ പെയിന്റ് ഒക്കെ അടിച്ചിട്ടില്ല. ഇതൊക്കെ വരച്ച് ഇതൊക്കെ സെറ്റപ്പ് ആയിട്ട് ഇങ്ങനെ വരുന്നുള്ളൂ. പെയിന്റ് ആയിട്ട് തുടങ്ങുന്നുള്ളൂ. 6000 സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീടാണ്. അതെ അതെ. അപ്പൊ ഈ ഒറ്റപ്പാലത്തുള്ള ഈ നാട്ടുകാർ വീടാണ്. ഈ നാട്ടിലെ വീടാണ്. കേരളത്തിലെ ഏത് ഭാഗത്തായാലും ഞാൻ കോഴിക്കോട് എഞ്ചിനീയർ വർക്ക് എടുക്കണേ. പിന്നെ എവിടെ പോയാലും പിന്നെ കേരളത്തിൽ എവിടെ ആയാലും തീർച്ചയായിട്ടും എവിടെയും ചെയ്തു കൊടുക്കും. അതിന്റെ പിന്നെ കരാർ എടുത്തിട്ടില്ലല്ലേ? അതെ അതെ അതെ. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ പിന്നെ ഏത് രീതിയിലും കരാർ ചെയ്തു കൊടുക്കും? നമ്മൾ ഏത് രീതിയിലും ചെയ്യും. മൊത്തത്തിൽ നമ്മൾ ചെയ്തലാണ്. പെയിന്റ് അടക്കം മൊത്തത്തിൽ നമ്മൾ റേറ്റ് വരാൻ കരാർ ചെയ്യലാണ്. ഈ വർക്ക് തുടങ്ങിയിട്ട് തന്നെ 2-4 മാസമായി. വലിയ വീടായതുകൊണ്ട് കൂടുതൽ പോളിഷും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ വർക്ക് കൊണ്ട് പോകണതാണ്. വലിയ വർക്കാണ്. 6000 മേലെ സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണ് ഇതിന്റെ ഇതിൽ വരുന്നത്. അപ്പൊ കൂടുതൽ വർക്കും പോളിഷും കണ്ടില്ല. ഇതൊക്കെ വുഡാണ്. അല്ല, ഇത് ഓരോ ജിപ്സം ബോർഡായിരുന്നു. ഇതൊക്കെ നമ്മൾ തേക്കിന്റെ ഡിസൈനിലേക്ക് കൊടുത്തതാണ്. അതാ റൂമിലൊക്കെ ഫുള്ള് അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പൊ ഏത് വർക്കും അതെ അതെ അതെ. ഓക്കെ. ഇതൊക്കെ ഞാൻ വുഡിലേക്ക് കൊടുത്തതാണ് ഇതൊക്കെ. വാൾ പെയിന്റ് ചെയ്യാണ്ട്, പിന്നെ സ്ട്രക്ചർ വർക്ക് നടത്താനുണ്ട്. അതിന്റെ ഫൈനൽ ഓക്കെ ഫുൾ വർക്ക് നമ്മൾ ചെയ്യണതാണ്. ഇനി സ്ട്രക്ചർ വർക്ക് ബാക്കിയുണ്ട് ചെയ്യാനുള്ളതൊക്കെ. പിന്നെ അതൊക്കെ സ്ട്രക്ചർ വർക്കുകൾ വരാനാണ്. കൂടുതൽ വർക്കുകൾ ഇനി നടക്കാനുണ്ട്. ഏകദേശം ഒരു 1-2 മാസത്തെ വർക്കും കൂടി ഉണ്ടാവും. ഒരു 6000 സ്ക്വയർ ഫീറ്റ് അങ്ങനെ ഉണ്ടാവും ഈ വീട്. ഏത് ഭാഗത്ത് നമ്മൾ പല ഇതായിട്ടും ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിലൊക്കെ വർക്ക് എടുക്കലുണ്ട്. ഔട്ട് ഓഫ് കേരള ഇത് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ബാംഗ്ലൂര്, മദ്രാസിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ എവിടെ നമ്മൾ ചെയ്തു കൊടുക്കും. കേരളത്തിൽ എവിടെയായാലും നമ്മൾ ഒന്ന് സ്റ്റേ ചെയ്താണ്ട് വർക്ക് ചെയ്യും. ഇല്ല അങ്ങനൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഇത്ര 10-20 വർഷത്തിന്റെ പരിചയം ഉള്ളതുകൊണ്ട് ഇത്രയും കാലം നമ്മൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ പാർട്ടിക്കാർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. എല്ലാവർക്കും നമ്മൾ ചെയ്തു കൊടുത്ത വർക്കിൽ സാറ്റിസ്ഫൈഡ് ആണ് എല്ലാവരും. ആരും ഒന്നും മോശപ്രകാരം ഇതുവരെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് വർക്കുകൾ എല്ലാവരും തരുന്നുണ്ട്, വിശ്വസിച്ച് നമ്മളെ ഏൽപ്പിക്കാറുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ ഒറ്റപ്പാലുള്ള വരോട് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഈ വലിയൊരു 6000 സ്ക്വയർ ഫീറ്റിൻ്റെ ഈ വീടിൻ്റെ വർക്കുകളൊക്കെ ചെയ്യുന്നത്
റിയാസ് എന്ന് പറയുന്ന കോൺട്രാക്ടറാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ ഇതിൽ താഴെ കൊടുക്കുന്നുണ്ട്. ആവശ്യക്കാർ ഒക്കെ ബന്ധപ്പെടുക. ഏത് വർക്കുകളും വളരെ ഉത്തരവാദിത്വത്തോടു കൂടിയും ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്തു കൊടുക്കുന്നതാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. എല്ലാ രീതിയിലും നിങ്ങളെല്ലാവരും സഹകരിക്കണം. നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്.